Hi dears, welcome to Tasty Tour. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എഗ് പാസ്ത റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് പാസ്ത ഈ ഒരു നൂഡിൽസ് ടൈപ്പിലുള്ള പാസ്തയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 2 മുട്ട, 2 ചീസിൻ്റെ സ്ലൈസസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടൊമാറ്റോ മിക്സിയിൽ വെള്ളം ചേർക്കാതെ പേസ്റ്റ് ആക്കി എടുത്തതാണിത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചെറുതായി കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കോൺ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചീസ് ചേർക്കുമ്പോൾ ചീസ് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് പാസ്ത ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പാസ്ത വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ പാസ്ത നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കണമെങ്കിൽ ഒരു വിസിൽ വന്നാൽ മതി. കുക്കറിലല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വേവിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കുക. സ്ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് നോർമൽ വാട്ടറും കൂടി ഇതിന് മുകളിൽ ഒഴിച്ചാൽ പിന്നെ ഇത് ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മുട്ട നമുക്ക് പൊരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഈ ഫ്രൈ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്രൈ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്നെങ്കിൽ പൊരിച്ചെടുക്കുക, അല്ലെങ്കിൽ അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്താലും മതി. അപ്പം ഞാൻ എഗ്ഗ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ചെയ്യണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. അതൊന്ന് ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ എല്ലാ എഗ്ഗും ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രൈ പാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഫ്രൈ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചെറിയ പീസായി കട്ട് ചെയ്തത് ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറിയ പീസായി കട്ട് ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ജസ്റ്റ് വാടി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം നമ്മൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ച ടൊമാറ്റോൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. വെള്ളമില്ലാതെ അരച്ചെടുത്തതാണത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിന് എരിവിന് ആവശ്യത്തിന് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് പാസ്ത എടുക്കുന്നത് അതിനനുസരിച്ച് വെജിറ്റബിൾസും എഗ്ഗും ഒക്കെ കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. നിങ്ങളെ ആവശ്യാനുസരണം പാസ്ത ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാസ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും നല്ലവണ്ണം യോജിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 തവി വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പം ഞാൻ ഇതിലേക്ക് സോസുകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു സ്ലൈസ് ചീസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കായിരിക്കും ഏറ്റവും നല്ലത്.
അപ്പോൾ ഇപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള എഗ് പാസ്ത റെഡി ആയിട്ടുണ്ട്. ഞാൻ ചീസൊക്കെ ഇട്ടെടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള എഗ് പാസ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.